ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെയാണ്. പിന്നെ ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷുമായിട്ടാണ് വന്നേക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ മെയിൻ താരം നമ്മുടെ അധികം പഴുക്കാത്ത മൾബറിയാണ് എടുത്തേക്കുന്നത്. അത് കുറച്ചെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ വരുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനൊരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ 2ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതും കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 3-4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇത്രയും ആയിട്ടാണ് മെയിനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ. പിന്നെ ഞാൻ ആ മൾബറി നല്ലതുപോലെ കഴുകി എടുക്കുവാണ്. 2-3 തവണ കഴുകിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടില്ല. ഇത് ഞാൻ ലാസ്റ്റ് കഴുകി എടുക്കുന്ന ഇതാണ് കാണിച്ചേക്കുന്നത്. നല്ലതുപോലെ കഴുകി അതിലെന്തെങ്കിലും പ്രാണിയോ ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നല്ലതുപോലെ കഴുകുക. അതിനുശേഷം നമുക്ക് പിന്നെ ചെയ്യേണ്ട പരിപാടി, ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ആവി കയറ്റണം. ഒരു 3-4 മിനിറ്റ് നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ ആവി കയറ്റണം. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്താൽ പുളിയാണല്ലോ, അപ്പോൾ ഇത്തിരി ഒന്ന് ഉപ്പൊക്കെ പിടിച്ചോട്ടെ എന്നോർത്ത് കുറച്ച് ഉപ്പും കൂടെ പിടിപ്പിച്ചിട്ട് ഞാൻ ആ ഇഡലി ചെമ്പിൽ ഓരോ തട്ടിലേക്ക് അതിങ്ങനെ വാരി വയ്ക്കുകയാണ്. വാരി വെച്ചതിന് ശേഷം നമുക്കിത് ഒന്ന് ആവി കയറ്റിയെടുക്കുക. ഒരു 4-5 മിനിറ്റ് മതിയാകും. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ആവി കയറ്റിയെടുക്കുക. നമ്മൾ നാട്ടിൽ മറ്റേ നാരങ്ങയൊക്കെ ആവി കയറ്റിയെടുത്തിട്ടാണല്ലോ ചിലർ മുറിച്ചിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. അതേപോലെ സെയിം പ്രൊസീജിയർ, അച്ചാറിൻ്റെ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ. അധികം വേറെ എക്സ്ട്രാ തിങ്സോ സാധനങ്ങളോ ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനത് ആവിയൊക്കെ കയറ്റാനായിട്ട് വെച്ചു കേട്ടോ ഗ്യാസിൽ. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ലതുപോലെ ആവിയൊക്കെ കയറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയപ്പം നല്ലതുപോലെ ആവി കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് സ്പൂണൊക്കെ വെച്ചിട്ട് നോക്കുവാണ്. അപ്പോൾ അത് നന്നായിട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് ചെറിയ ഫ്രൂട്ടാണല്ലോ, പെട്ടെന്ന് അത് ആവി കയറുമ്പോൾ നല്ലതുപോലെ സോഫ്റ്റ് ആവും. അതിനുശേഷം ഞാനതൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ആവി കയറ്റിയപ്പോഴേക്ക് നല്ല കളറിലെ കാണാനായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത പരിപാടി, നമ്മൾ എങ്ങനെയാണോ അച്ചാർ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഉള്ള സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും. നമ്മൾ കടുക്, ഉലുവ ഇതെല്ലാം എണ്ണ ഒഴിച്ചിട്ട്, നല്ലെണ്ണയാണ് അച്ചാറുകൾക്ക് നല്ലത്. എൻ്റെ കയ്യിൽ നല്ലെണ്ണ ഇല്ലാത്തത് കാരണം സൺഫ്ലവർ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം കടുകും ഉലുവയൊക്കെ പൊട്ടി വന്നപ്പോഴേക്കും ഒരു ചെറിയ കഷ്ണം നമ്മുടെ വറ്റൽമുളകിട്ട് മൂപ്പിച്ചു. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. നല്ല മൂത്ത് വരുമ്പോഴേക്കും അത് കളറൊക്കെ മാറി നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ അതുവരെ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. തീ പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞൊന്നും പോകരുത്. മീഡിയം തീയിലിട്ടിട്ട് വേണം ഇതെല്ലാം ശരിയാക്കി എടുക്കാൻ. അപ്പോൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അയക്കണേ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. എനിക്കറിയത്തില്ല ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ വരുമെന്ന്. നാരങ്ങയും മാങ്ങയും അതൊക്കെ ഇഞ്ചിയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. പിന്നെ അതൊക്കെ മൂത്ത് വന്നപ്പോഴേക്കും ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ എല്ലാം കുറേശ്ശെ നമ്മൾ ചേർത്താൽ മതി. പിന്നെ എരിവും പുളിയും വിനാഗിരിയൊക്കെ അവരവരുടെ ആവശ്യത്തിന് ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനിയിപ്പോൾ അത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തു. അതിനുശേഷം നമ്മളാണ് ഇതിലോട്ട് ചേർക്കാൻ പോകുന്നതാണ് നമ്മുടെ മുളക് പൊടി. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ. അപ്പം എരിവ് കൂടി പോയി കഴിഞ്ഞാൽ ഭയങ്കര എരിവായിരിക്കും. അപ്പം എല്ലാം അതിനനുസരിച്ച് ചേർക്കുക. എന്നിട്ട് മുളക് പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി അതിനെ യോജിപ്പിക്കുക. അതൊക്കെ ഒന്നിച്ച് ഈ സമയത്ത് തീരെ സിമ്മിലിട്ടേക്കണം. പൊടികളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം തീ ചെറിയതാക്കി ഇട്ടിട്ട് വേണം പൊടികളൊക്കെ ചേർക്കാൻ. പിന്നെ അതിലേക്ക് ഞാൻ ഒരു ചെറിയ അടപ്പ് വിനാഗിരി ചേർത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ചേർക്കാം, വേണ്ടായെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. വിനാഗിരി ചേർക്കാതെയും അച്ചാറുകൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നതെന്ന് എനിക്ക് അറിയില്ലല്ലോ വിനാഗിരി ചേർക്കാതെ ചെയ്താൽ. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇത്തിരി വിനാഗിരി ചേർത്തത്. പിന്നെ അച്ചാറുകൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ് നമ്മുടെ കായം. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ കായം ചേർക്കുക. കായപ്പൊടിയോ കായക്കട്ടയോ എന്താണെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ഞാനിപ്പോൾ കായപ്പൊടിയാണ് ചേർത്തത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ മിക്സ് ചെയ്തെല്ലാം യോജിപ്പിച്ച് കഴിയുമ്പോഴേക്കും ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാറാകുമ്പോഴേക്കും ഞാനിവിടെ എക്സ്ട്രാ ചേർത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടീസ്പൂൺ ശർക്കര ചേർത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ മധുരവും പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ചേർത്തതാണ്. അപ്പോൾ ഈ മധുരം വേണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഞാൻ അതിലേക്ക് തിളപ്പിച്ച് വെച്ചേക്കുന്ന ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തൊഴിച്ചിട്ടുണ്ട്. നല്ല തിളച്ച ചൂടുവെള്ളമാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലതുപോലെ എല്ലാം ഇളക്കി മസാലകളൊക്കെ എല്ലാം ഒന്ന് യോജിപ്പിക്കുക. അപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്ന സമയത്തേക്ക് നമ്മൾ ആവി കയറ്റി വെച്ച് നമ്മുടെ മൾബറിയെ അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി, സിമ്പിളാണ്. പിന്നെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. അപ്പം മൾബറിയൊക്കെ ഇങ്ങനെ നിറയെ കിട്ടുന്നവർ കുറച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിറച്ചുണ്ടാക്കി സ്റ്റോർ ചെയ്യാമല്ലോ. അപ്പോൾ കുറച്ച് എടുത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകളാണല്ലോ. അപ്പം ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ അവർക്ക് വിളമ്പാനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഈ അച്ചാർ കൊടുക്കുമ്പം അവരോട് പറയാമല്ലോ ഇത് വെറൈറ്റി ആയിട്ടുള്ള അച്ചാറാണ് എന്നൊക്കെ. അപ്പം ഞാനിത് കഴിച്ച് നോക്കിയപ്പോൾ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ നമ്മുടെ ഈ ചെറിയൊരു ചാനലൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.